ഇന്ന് നമ്മൾ വുഡ് ഗ്രെയിൻ ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളൊരു വുഡൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എനാമൽ ബ്രൗണും ബ്ലാക്കും ആണ്. വേറെ കളറൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് ടൈറ്റിൽ, അധികം ലൂസാക്കിയിട്ട് അടിക്കരുത്. കുറച്ച് ടൈറ്റിൽ നമ്മൾ ഈ ഒരു പെയിൻറ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതിവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ രീതിയിൽ എല്ലാവരും വെറുതെ അങ്ങ് വലിച്ചിടും. ഇത് കിട്ടിയ സ്ഥിതിക്ക് മൊത്തമായിട്ട് ഇത് വെച്ച് വലിച്ചിടും. അപ്പോൾ ഒരു ഓവർ ഡിസൈൻ ആയിരിക്കും, വൃത്തികേടായിരിക്കും. പിന്നെ ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ബേസ് കളർ അതധികം പുറത്തോട്ട് കാണാത്ത രീതിയിൽ വരച്ചാലാണ് അതിന് കൂടുതലായിട്ട് വൃത്തി ഉണ്ടാവുക. അതെങ്ങനെയാണ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ വാഷ് ചെയ്ത് ആ ഉള്ളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ആ ഒരു യെല്ലോ കളറിനെ കാണാത്ത രൂപത്തിലോട്ടാക്കി മാറ്റണം. പിന്നെ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് കുറച്ച് നമ്മൾ കൈകൊണ്ടും ഇതിനിടയിലൊക്കെ വരച്ചു കൊടുക്കണം. അപ്പോഴാണിത് ഒരു നല്ല ഡിസൈനായിട്ട് കിട്ടുക. നമ്മളിതൊരു 10-16 വർഷം മുൻപ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന റബ്ബറാണ്. ഇന്നും അത് കംപ്ലൈൻ്റ് ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യാറ് വളരെ കുറവാണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ ഒരു ടൂള് അധികം പെയിൻറ്റേഴ്സൊന്നും യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനിടയിൽ ബ്ലാങ്ക് കളറായിട്ട് യെല്ലോ കളർ കൂടുതലായിട്ട് വരും. പിന്നെ ഓവറായിട്ട് കുറേ വരയ്ക്കാനുണ്ട് എങ്കിൽ എല്ലാം വരച്ച് വരുമ്പോൾ ഒക്കെ ഏകദേശം ഒരേ രീതിയിലുള്ള ഡിസൈനുകളാണ് സാധാരണ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറേ പേരൊന്നും യൂസ് ചെയ്യാത്തത്. പിന്നെ ഇതിനിടയിൽ നമ്മൾ കൈകൊണ്ട് വരച്ച് ഇതിൻ്റെ രൂപങ്ങൾ മാറ്റുമ്പോഴാണ് ഇതിന് ഒരു പെർഫെക്ഷൻ വരുന്നത്, അതല്ലെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് വരച്ച് നമ്മൾ കുറച്ച് കൈകൊണ്ട് ഷെയ്ഡൊക്കെ കയറ്റി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഡിസൈനിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇത് കുറേ വരയ്ക്കുമ്പോൾ എല്ലാം ഏറെക്കുറെയൊക്കെ ഒരുപോലെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറേ ലൈൻസൊക്കെ കയറ്റി വിടണം. ഫുള്ളായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ വളരെ എളുപ്പമാണെന്നും പറഞ്ഞ് ഇതുകൊണ്ട് ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ അവസാനം ഇത് കാണുമ്പോൾ ഒരു മൈക്ക ഷീറ്റ് പോലെയാവും. അതല്ലെങ്കിൽ പണ്ട് ഹൈലൻഡ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന ഷീറ്റ് പോലെയുള്ള ഒരു ഫീലായിരിക്കും, വൃത്തികേടായിരിക്കും.